ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാസ് കിച്ചൻ. നിഷാസ് കിച്ചനിലൊരു ചിക്കൻ ഷവായിയാണ്. സ്വാദിഷ്ടമായ ചിക്കൻ ഷവായി ഞാൻ കുക്കറിൽ വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതേപോലെ തന്നെ നമ്മളെ യൂട്യൂബിൽ ഇന്ന് 100ാമത്തെ വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരിക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഓരോ കിലോ വെയിറ്റ് വരുന്ന 2 ചിക്കനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് എല്ലാം വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മസാല ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ നമ്മുടെ ഷവായിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലകളാണ് ഞാനൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിൽ എടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ 2 വലിയ വെളുത്തുള്ളി, ഒരു 8 പച്ചമുളകോളം ഞാൻ എടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ ഇനി കുരുമുളക് പൊടി ചേർക്കുന്നത് കൊണ്ടാണ്. അതേപോലെ തന്നെ 2 വലിയ ഇഞ്ചി കഷ്ണം കൂടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 വലിയ ടേബിൾ സ്പൂൺ തന്നെ കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഞാനൊരു 7-8 പച്ചമുളകാണ് ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് എരിവിൻ്റെ ആവശ്യത്തിന് നമ്മൾ കുരുമുളക് പൊടിയാണ് ഇതിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇനി ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് പുളിക്ക് ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതേപോലെ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൽ ഇട്ട് കൊടുക്കാനുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അപ്പോൾ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ 2-3 ഏലക്ക, ഗ്രാമ്പു, പട്ടട കഷ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചിക്കൻ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെ കഴുകിയാലും നമ്മുടെ ചിക്കൻ്റെ മുകളിലും ഒക്കെ വെള്ളം ഉണ്ടാവും. അപ്പോൾ നല്ലൊരു ക്ലീനക്സ് ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ തുടച്ചെടുക്കണം. നന്നായി തുടച്ചെടുത്തിട്ട് വെള്ളമൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. കാരണം നമ്മൾ മസാല ഒക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ആയാലും ചിക്കനിൽ നിന്ന് വെള്ളം വരും. അപ്പോൾ വെള്ളം വന്നു കഴിഞ്ഞാൽ മസാല നമുക്ക് വെള്ളത്തിൽ പോകും. നമ്മുടെ ചിക്കനിലൊന്നും അത്ര ഇതായിട്ട് പിടിക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ നന്നായിട്ട് ക്ലീനക്സ് ഒക്കെ വെച്ചിട്ട് വെള്ളം നന്നായിട്ട് മാറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് തുടച്ചിട്ട് വെള്ളമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായി കഴുകിയിട്ട് വൃത്തിയാക്കി തുടച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ അരച്ച മസാല നമ്മൾ ഓരോന്നിലായിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുക. അതേപോലെ തന്നെ തേക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളൊരു കത്തിയോ അതല്ലെങ്കിൽ ഫോർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചിക്കനിൽ നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മസാല പിടിക്കും. അപ്പോൾ നമ്മുടെ ചിക്കന് 2 ചിക്കനും ഞാൻ നന്നായിട്ട് തന്നെ മസാല ഒക്കെ തേച്ച് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2-3 മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് മസാല പിടിക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. 2-3 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. എടുത്തതിന് ശേഷം നമ്മൾക്ക് അതിൽ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അതിൻ്റെ കുറച്ച് മസാല എടുത്തിട്ട് അതിൽ നന്നായിട്ട് തന്നെ ഒരു ചെറിയ സവാള, തക്കാളി, അതേപോലെ ഉണക്കനാരങ്ങ, 2-3 പട്ട, ഗ്രാമ്പു, അതേപോലെ ഏലക്ക കൂടി ഒന്ന് ഈ മസാല മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഈ മസാല ഞാൻ അരച്ചെടുത്തതിൽ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഗരം മസാല പൗഡറും കൂടി ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വീഡിയോയിൽ വിട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതും കൂടി ചേർക്കുക. അതേപോലെ ഉണക്കനാരങ്ങ അതുപോലെ നമ്മളെ സവാള ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ഉണക്കനാരങ്ങ അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക. സവാള ഒന്ന് കട്ട് ചെയ്തിട്ടും തക്കാളി ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തതിന് ശേഷം കാല് രണ്ടൊന്നും ഇങ്ങനെ കൂട്ടി കെട്ടി കൊടുക്കണം, അല്ലെങ്കിൽ അകന്ന് പോകും കുക്കറിൽ വെക്കുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കുക്കറിലാണ് ഇത് കുക്ക് ചെയ്യണത്. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അധികം എണ്ണയുടെ ആവശ്യമൊന്നുമില്ല, നമുക്കിതിന് വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം കുക്കറിൽ ചിക്കൻ വെച്ച് കൊടുക്കുക. ഒരു 4 വിസിൽ വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ചിക്കൻ വെക്കുമ്പോൾ ഈ ദശ കൂടിയ ഭാഗം നമ്മൾ താഴത്തേക്കാക്കിയിട്ട് വെച്ച് കൊടുക്കുക. 4 വിസിൽ വരെ വെയിറ്റ് ചെയ്യുക. ഒരു 4 വിസിൽ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് വിസിലടിച്ചെടുക്കുക. അതേപോലെ തന്നെ ഒരു 10 മിനിറ്റും കൂടി നമ്മളൊന്നും കൂടി കുക്ക് ചെയ്തിട്ട് ചെറിയ വിസിലാക്കി വെച്ചാൽ തന്നെ ഇങ്ങനെ തന്നെ നല്ല വെന്ത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ബാക്കി വരുന്ന വെള്ളത്തിലാണ് നമ്മൾ ഷവായി ആക്കി എടുക്കുന്നത്. അപ്പോൾ ആ വെള്ളം നമ്മൾ ഒരു പാനിൽ ഒഴിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഷവായി റെഡിയാക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചിക്കൻ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാൻ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ട് ആ ഗ്രേവി തന്നെ നമ്മൾ ചിക്കൻ ഇട്ടിട്ട് 2 ഭാഗം നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നല്ല മൊരിയുന്നത് വരെ തന്നെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുക. നമ്മളിതിൽ വേറെ എണ്ണ ഒന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല, കുക്കറിലുണ്ടാവും. അതും അത് തന്നെ നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചാൽ മതി. ആ എണ്ണയിൽ തന്നെ കിടന്നാവണം, സെപ്പറേറ്റ് എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തന്നെ മൊരിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ 2 ചിക്കനും ഇവിടെ നല്ല രീതിക്ക് തന്നെ ഇവിടെ ശരിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഷവായി റെഡി.
അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ചിക്കൻ ഷവായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. പിന്നെ എനിക്ക് പറയേണ്ടത്, നമ്മളെ 100ാമത്തെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചാനൽ 1K അടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് എന്നോട് സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക.